ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, സങ്കീർത്തന പുസ്തകത്തിൻ്റെ 77-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനം. കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയോ? അവിടുന്ന് കോപത്താൽ തൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞുവോ? സ്നേഹമുള്ളവരെ, ഈ തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ദൈവം അനുവദിച്ചു തരുന്ന സഹനങ്ങളുണ്ട്, ദൈവം അനുവദിച്ചു തരുന്ന പ്രതിസന്ധികളുണ്ട്. അത് ദൈവത്തിലേക്ക് എത്തുവാൻ വേണ്ടിയാ, ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാ, ദൈവത്തെ അറിയാൻ വേണ്ടിയാ. ഈ അനുഭവത്തിലൂടെ ദൈവത്തെ വ്യക്തിപരമായി അനുഭവിച്ചറിയുവാൻ ഈ സംഭവങ്ങൾ കർത്താവ് കാരണമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ സാത്താൻ ജീവിതത്തിൽ ഇതുപോലെയുള്ള തകർച്ചകൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, സഹനം വരുമ്പോൾ സാത്താൻ നിഷേധാത്മകമായ നെഗറ്റീവായ സ്വാധീനങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ കൊണ്ടുവരും. ഇത് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തെക്കുറിച്ച് വിരൂപമായ, വികൃതമായ ഒരു വലിയ തിന്മയുടെ സ്വാധീനം മനുഷ്യ ഹൃദയങ്ങളിൽ സാത്താൻ വിതയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരുണ്യവാനായ കർത്താവേ, സാത്താൻ ദൈവമക്കളുടെ ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരുന്ന നിഷേധാത്മകമായ സ്വാധീനങ്ങൾ, ദൈവവിരോധമായി, ദൈവനിഷേധമായി ദൈവമക്കളുടെ ജീവിതങ്ങളിലേക്ക് അവൻ കൊണ്ടുവരുന്ന സകല തരത്തിലുള്ള നെഗറ്റീവായ, നിഷേധാത്മകമായ സ്വാധീനങ്ങൾ ഇന്ന് ജീവിക്കുന്ന നസ്രായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ ബെനഡിക്റ്റ് മിഖായേലിന്റെ മാധ്യസ്ഥത്തിൽ, സകല വിശുദ്ധ മാലാഖ വൃന്ദങ്ങളുടെ മാധ്യസ്ഥത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരത്താൽ ആ മേഖലകളെ മുഴുവനെ ഞങ്ങളിത് ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു. കാൽവരി കുരിശിന്റെ ചുവട്ടിലേക്ക് ആട്ടി പായിക്കുന്നു. വിടുതൽ പ്രാപിക്കട്ടെ യേശുനാമത്തിൽ. ആമേൻ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധന